അപ്പം നമ്മളിതിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനത് വിട്ടുപോയതാട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ തുടക്കുന്നതുകൊണ്ട് അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. നീ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള സ്ക്രാച്ച് ഇതിനുമേലില്ല. ഞാൻ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, ഇതേപോലെ സ്പ്രേ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രബ്ബർ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യുക, ദെൻ വൈപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ഗ്ലാസ് വെച്ച് എല്ലാവർക്കും വരുന്നതാണ് ഭയങ്കര സ്ക്രാച്ച് ആയിരിക്കും. പിന്നെ എങ്ങനെയാലും അത് തുടച്ചാലൊരു നമുക്ക് ആ ഒരു ആദ്യം വെച്ചത് നമ്മളത് വെച്ച സമയത്തിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഈ ഒരു വൈപ്പർ കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് വലിക്കുമ്പോൾ നിങ്ങൾ കാണില്ല ഫുള്ള് സ്ക്രാച്ച് ഇല്ലാണ്ട് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഇത് ലിക്വിഡ് മാറ്റി നല്ല വെള്ളമാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചാൽ കയ്യിൽ പിന്നെ തുണിയുടെ ഉപയോഗം ഇല്ല, നമുക്ക് വേണ്ട. ഇനി വേണമെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തുടക്കാം. ഞാൻ പറയുന്നത് ഇത് ലാസ്റ്റ് ആദ്യം കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ച് തുടക്കാം. ഇനിയിപ്പോൾ ലിക്വിഡ് നിങ്ങൾക്ക് വേണ്ട തന്നെ വെറും വെള്ളം ഉപയോഗിച്ച് തുടച്ചാൽ തന്നെ നല്ല ക്ലിയർ ആട്ടാ. അപ്പോൾ ഇതൊരു പരിധി വരെ ഇങ്ങനെ ഗ്ലാസ് അവിടെ ഇവിടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാൽ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിന് വേണ്ടി മെനക്കെട്ടിന് കേട്ടോ, ഒന്ന് നമുക്ക് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെ അത് ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിച്ചവരുണ്ട്, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാലും പിന്നെ നമ്മളെ മക്കൾ അതുമ്പോൾ കയറി ഇരുന്ന് കളിച്ചാലൊക്കെ നമുക്കിതുണ്ടാവില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാവും ടേബിൾ അങ്ങനെ വൃത്തിയേടായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിററല്ല, നമുക്ക് ടഫൻ ഗ്ലാസ് അല്ലാത്ത ആ ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഒരു ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവർക്കും വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് ആ മീനിൻ്റെ സ്മെല്ല് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, നല്ലോണം വൃത്തിയായി തുടക്കാം. ഞാൻ പറഞ്ഞ തുണി കൊണ്ട് നമ്മൾ ലിക്വിഡ് ഇടുമ്പോൾ ഒരുപാട് പ്രാവശ്യം തുണി പിഴിഞ്ഞ് വീണ്ടും വന്ന് അങ്ങനെ തുടച്ച് കളിക്കണമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയില്ല, ജസ്റ്റ് ഒന്ന് ലിക്വിഡ് ആക്കുക, ഒന്ന് സ്പ്രേ ചെയ്യുക, ഒന്ന് സ്ക്രബ് ചെയ്യുക, ഒന്ന് വൈപ്പ് ചെയ്യുക. ജസ്റ്റ് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്നും കൂടി വൈപ്പ് ചെയ്താൽ മതി. അത് വൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ക്ലോത്തോട് തുടച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊന്ന് എന്തായാലും ക്ലീനിങ്ങിന് ഒരു ദിവസം നമ്മൾ ഇറങ്ങുമ്പോൾ അത് നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടാണല്ലോ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ മോപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോപ്പിൻ്റെ വീഡിയോ കണ്ടുനോക്കാം. പിന്നെ മോപ്പ്, വൈപ്പർ, ക്ലോത്ത്, ഇത് രണ്ടുമാണ് നമ്മുടെ ഹംദിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് മൂന്നും അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ മൂവ് ആകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആ ഒരു ലിക്വിഡ് മൊത്തത്തിൽ മോളാട്ടോ ഇത് തുടച്ചെടുക്കുന്നത്. കാരണം അവൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രൊഡക്റ്റെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ. അതുകൊണ്ട് എനിക്കൊരു ഭാരം ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വൃത്തിയല്ലേ നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു സ്പേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെ വൈപ്പർ, നമ്മുടെ ക്ലോത്ത്, അതോടൊപ്പം നമ്മുടെ മോപ്പും ഉണ്ട്.